കൂറ്റൻ സ്ക്രീനുകളിൽ തെളിയുന്ന മത്സര ദൃശ്യങ്ങൾ ഒരു അവതാർ ലോകത്ത് എത്തിയതുപോലെ ലോകത്താകെ ട്രെൻഡായി മാറിയിരിക്കുന്ന ഇ സ്പോർട്സ് അങ്ങനെ കേരളത്തിലും വേരുറപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇ സ്പോർട്സ് ഗെയിമിംഗിൽ കേരളത്തെ ഒന്നാമതെത്തിക്കാൻ കേരള ഇ സ്പോർട്സ് അപെക്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇ സ്പോർട്സ് ഗെയിമിംഗ് കമ്പനിയായ നോസ്കോപ്പ് ഗെയിമിംഗ് ഇന്ത്യ, ബീറ്റ ഗ്രൂപ്പ് എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് സംസ്ഥാന സർക്കാർ KEA ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്യാന്തര കായിക ഉച്ചകോടിയിൽ നോസ്കോപ്പ് ഗെയിമിംഗ് 350 കോടിയുടെ നിക്ഷേപമാണ് കേരളത്തിനായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇ സ്പോർട്സ് ഗെയിമിംഗിലെ കേരളത്തിൻ്റെ ആദ്യ ചുവടുവെപ്പ്. വീഡിയോ ഗെയിമിംഗ് മത്സരമാണ് ഇലക്ട്രോണിക് സ്പോർട്സ് അഥവാ ഇ സ്പോർട്സ്. പ്രൊഫഷണൽ ഗെയിമർമാർ പരസ്പരവും സാധാരണക്കാരുമായും ഒറ്റയ്ക്കും ടീമായും മൾട്ടിപ്ലെയർ വീഡിയോ ഗെയിം കളിക്കാൻ പറ്റും. ചൈന, ദക്ഷിണ കൊറിയ, യൂറോപ്പ്, US എന്നിവിടങ്ങളിൽ നിരവധി ആരാധകരാണ് ഇ സ്പോർട്സിനുള്ളത്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ ഇ സ്പോർട്സ് ഒരു മത്സര ഇനമായിരുന്നു. അതിനാൽ ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള രാജ്യാന്തര വേദികളിലും ഇനി ഇ സ്പോർട്സ് ഉണ്ടാകും. സ്കൂളുകളിൽ ഇ സ്പോർട്സിനെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകളും നൈപുണ്യ വികസന പരിശീലന കേന്ദ്രങ്ങളും സ്പോർട്സ് റീഹബ് കേന്ദ്രങ്ങളും ആരംഭിക്കും. കൂടാതെ കേരളത്തിൽ ഇ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പുകൾ നടത്താനും പദ്ധതിയുണ്ട്.